ഹലോ, അജിത്താണ്. ട്രാവൽ വിത്ത് അജിത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. 6 വർഷത്തിന് കാത്തിരിപ്പിന് ശേഷം സ്റ്റീഫൻ നെടുമ്പള്ളി വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രേക്ഷകർ കാത്തിരുന്ന എമ്പുരാൻ റിലീസായി. ലോകമെമ്പാടും നിരവധി തിയേറ്ററുകളിലാണ് സിനിമ റിലീസായിട്ടുള്ളത്. നമ്മുടെ ബെഹറിലും എമ്പുരാൻ്റെ റിലീസിംഗ് വളരെ ആഘോഷപൂർവ്വമാണ് മോഹൻലാൽ ആരാധകർ സ്വീകരിച്ചത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളൊന്ന് കണ്ടിട്ട് വന്നാലോ? അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോയാലോ? എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. മലയാളി പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന സിനിമകളിലൊന്നാണ് ലൂസിഫർ. അതിൻ്റെ 2ാം പതിപ്പായി ലാലേട്ടൻ പ്രധാന കഥാപാത്രവും പൃഥ്വിരാജ് സംവിധാനവും ചെയ്യുന്ന എമ്പുരാൻ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസായിരിക്കുന്നു. റിലീസിന് മുമ്പ് തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഈ സിനിമ ലോകമെമ്പാടും ആരാധകർ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അറേബ്യയുടെ പവിഴദ്വീപായ ബെഹ്റിൻ്റെ മണ്ണിലും എമ്പുരാന് രാജകീയ വരവേൽപ്പാണ് ലഭിച്ചിട്ടുള്ളത്. ബെഹ്റിലെ മോഹൻലാൽ ആരാധകരുടെ കൂട്ടായ്മയായ ലാൽ കേഴ്സിൻ്റെ നേതൃത്വത്തിൽ 3 ഫാൻ ഷോകളാണ് ബെഹ്റിനിൽ നടന്നത്. ബെഹ്റിലെ ദനാമാളിൽ പുലർച്ചെ 3:30-നും രാത്രി 9:30-നും 9:45-നുമാണ് ഫാൻ ഷോകൾ നടന്നത്. രാത്രി 9 മണി മുതൽ ദനാമാളിൽ സംഘടിപ്പിച്ച പ്രത്യേക ആഘോഷ പരിപാടികളോടെയായിരുന്നു ഫാൻ ഷോകൾ നടക്കുകയും ചെയ്തത്. ഏറെ പരിമിതികളുണ്ടെങ്കിലും കട്ടൗട്ടും ഡാൻസും നാസിക് ഡോളും ഒക്കെയായാണ് എമ്പുരാനെ അറേബ്യയുടെ പവിഴദ്വീപും സ്വീകരിച്ചത്. നമ്മുടെ ലാലേട്ടൻ്റെ നാട്ടിൽ പടം റിലീസാവുന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു ചില നിമിഷങ്ങളിൽ നമുക്ക് ബെഹറിലെ ഈ ആഘോഷ പരിപാടികൾ സമ്മാനിച്ചത്. ഇത് സംഘടിപ്പിച്ച ലാൽ കെയറിനും അതുപോലെ തന്നെ ബെഹറിലെ മോഹൻലാൽ ആരാധകർക്കും 1000 നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ ആഘോഷ പരിപാടികളെല്ലാം ഒന്ന് കണ്ടിട്ട് വന്നാലോ? അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം.
ഒരുപാട് പേരെ നിങ്ങൾ സഹായിക്കുന്നു എന്നതിൽ വളരെയധികം സന്തോഷം. തുടർന്നും ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. നിങ്ങളോടൊപ്പം ഞാനുണ്ട്. അപ്പം ഞാനും സിനിമ കണ്ടിട്ടൊക്കെ വരാം. സിനിമയുടെ അഭിപ്രായങ്ങൾ പിന്നീട് അറിയിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.